ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. ഓളില്ലാണ്ട് ഫസ്റ്റ് എടുക്കണ വീഡിയോ ആട്ടോ ഇത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളിന്ന് നാട്ടിൽ പോവാണ്. ഓള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട്, എന്നാലും നാട്ടിലേക്കാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അപ്പം നാട്ടിലോട്ട് പോകുമ്പം നിങ്ങളെയും കൂടെ കൂട്ടാന്ന് ഓർത്തു. ഇതാ അന്നിക്കുട്ടൻ രാവിലെ എഴുന്നേറ്റ് ഇതാ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിപ്പുണ്ട്. നാട്ടിലേക്കായതുകൊണ്ട് അൻവി രാവിലെ വിളിച്ചപ്പോഴേ എഴുന്നേറ്റു. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങുകയാണ്. രാവിലെ ഇറങ്ങാമെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡേ ഫുള്ള് യാത്ര ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ഹൊസൂരൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ എത്തിയിട്ടോ, കഴിഞ്ഞു കേട്ടോ. അൻവിക്കുട്ടൻ അവിടെ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനൊരു ബെഡ് സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പുതപ്പൊക്കെ കൊടുത്ത്. അവൻ നല്ല സുഖം ഉറക്കാണ് പുറകിരുന്ന്. ഞങ്ങളിതാ പോണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാല്ലേ, അടിപൊളി റോഡാണ്. ഞങ്ങളിതാ പോണ്ടിരിക്കുകയാണ്. ഹലോ അൻവി. അങ്ങനെ അൻവിക്കുട്ടൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ഞങ്ങളൊന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ടോ. ഇത് ഇപ്പം ഞങ്ങള് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയാസമയം കറക്റ്റ് ഫുഡ് കഴിച്ചാൽ തന്നെ അല്ലേ യാത്ര ഓക്കെ ആവും. എല്ലാ തവണ ഞങ്ങള്
നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഫുഡ് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത്തവണ നടക്കത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളിതാ റെസ്റ്റോറൻറ്റിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാട്ടോ. ഞങ്ങള് ഒരു അമൃതഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ വന്നേക്കണേ. അൻവി ഉറക്കക്ഷീണം മാറിയില്ല? അങ്ങനെ ഞങ്ങള് കഴിക്കാനായിട്ട് പോവാട്ടോ. ഇതെന്താ ഫ്രണ്ടിൽ വന്നേക്കണേ? അമ്പോ, അൻവിയുടെ അത്രയുള്ള ഒരു ഗീ റോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ എന്താണ് മസാല ദോശ. ഞാനിവിടെ ഇതേ വട പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാം നല്ല ഹൈജീനായിട്ടൊക്കെ എനിക്ക് തോന്നി. നല്ല കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അൻവി? ടേസ്റ്റ് പറ കഴിച്ചിട്ട്. സൂപ്പറാ? ടേസ്റ്റ് ഉണ്ട്? വടയാ വേണ്ടേ? വട വന്നിട്ടെന്നാ പറ. ഇഷ്ടപ്പെട്ടു? നമ്മളിപ്പോ ഉള്ളത് എന്താടാ, നല്ലമ്പള്ളിയോ? നല്ലമ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ. നമ്മൾ കുറച്ചു നേരമായിട്ട് റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം നല്ലമ്പള്ളി ഇവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കാരണം എന്നോ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ദിവസം നൈറ്റ് ഞങ്ങളിവിടെ കയറിയിരുന്നു കേട്ടോ. അന്ന് ഇതുപോലെ തന്നെ ഞങ്ങൾ ദോശയും നൈറ്റ് ആയതുകൊണ്ട് എനിക്കൊരു സംശയം. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഈ സെയിം റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ബാക്കി കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. 15 പേര്. എത്ര വർഷമാ? 10 വർഷം. ഓ ബ്രില്യൻ. ഫുഡ് എല്ലാമേ സൂപ്പറാണ്. ഗീ റോസ്റ്റ് അടിപൊളി. എല്ലാമേ എനിക്ക് തമിഴ് കൊഞ്ചം അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഈ സെയിം റെസ്റ്റോറന്റിൽ തന്നെയാണ് നമ്മൾ അന്ന് രാത്രി ആണ്ടാണ് പെട്ടെന്ന് മനസ്സിലാഞ്ഞത്. അന്ന് ഞങ്ങള് നാട്ടിലോട്ട് പോയപ്പോ ഈ രാത്രിയിൽ സെയിം റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചാട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ കുറച്ച് പ്യൂർ വെജാണ്. അങ്ങനെ എന്താ പ്യൂർ വെജായിരുന്നു. നല്ല നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ആയിരുന്നു അല്ലേ? ആണല്ലേ? അവിടെ കുറച്ച് ലേഡീസ് മാത്രം നടത്തുന്ന 10 കൊല്ലമായിട്ട് അവിടെ ലേഡീസ് മാത്രം നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. നല്ല ഹൈജീൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇനി നമുക്ക് ഇവിടുന്ന് വരുമ്പോ നാട്ടിൽ പോകുമ്പോ ഈ സെയിം റെസ്റ്റോറന്റ് നോക്കി നോക്കാം. അമ്മമ്മയായിരുന്നു അല്ലേ? അതെ, അമ്മമ്മ ഞങ്ങളായിട്ട് സംസാരിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നല്ലോ അൻവിജ? ഇഷ്ടപ്പെട്ടു അല്ലേ? ഇത് കുഞ്ഞു യൂട്യൂബറായെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങൾ എടുക്കുന്ന കണ്ടിട്ട് അവനും ഇതുപോലെ തന്നെ ഒരു ഫോണൊക്കെ എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇറങ്ങും കേട്ടോ. നല്ല രസം. അയ്യോ ഞങ്ങൾ മിസ്റ്റർ അല്ലല്ലോ, മിസ്സസ് അല്ലേ? ആ എന്താണ് ഇവിടെ നല്ല ഇത് ടോൾ പാസ് അല്ലേ? ടോൾ പാസ് ആണ് ഇത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാ ഇവിടെ ഒരു ശരവണ ഭവനം ഉണ്ട് കേട്ടോ. അവിടെ അത്ര ആളില്ലെന്ന് തോന്നുന്നല്ലേ? അവിടെ നമ്മളിപ്പം കയറിയ അത്ര ആള് തോന്നുന്നില്ല കേട്ടോ. അന്ന് രാത്രി വന്നപ്പോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടായിരിക്കണം നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ പിടി കിട്ടാഞ്ഞത്. അന്ന് നല്ല തിരക്കായിരുന്നു. ഉറങ്ങിയല്ലേ? അൻവി രാവിലെ കിടന്ന് നല്ല ഉറക്കം എഴുന്നേറ്റിട്ട് ചോദിച്ചു അമ്മ പല്ല് തേക്കണ്ടേന്ന്. പക്ഷെ കൊച്ചു പല്ലൊക്കെ തേച്ചിട്ടാണ് വന്നത്. അതൊക്കെ മറന്നുപോയി അല്ലേ അൻവി? ഓക്കേ. ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ കേട്ടോ. അന്ന് നമ്മള് ഇവിടെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഏരിയ ആണ്. അത് വണ്ടികളൊക്കെ പതുക്കെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ സത്യമംഗലം കാട് അതല്ലല്ലോ ഇത് വേറൊരു ഫോറസ്റ്റ് ആണ്. അന്ന് നമ്മൾ വന്നത് ഞങ്ങള് ബാംഗ്ലൂർക്ക് വന്നത് ഞങ്ങള് സത്യമംഗലം കാട് വഴിയാട്ടോ വന്നത്. ഇതിപ്പോ വേറെ ഒരു ഫോറസ്റ്റ് ആണ്. ഇതിന്റെ ഇടയിൽ കൂടെ ആട്ടോ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുന്ന റൂട്ട്
ധർമ്മപുരി, സേലം, കോയമ്പത്തൂര്. അതിന്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര വെയിലായോണ്ടാട്ടോ, കണ്ണിലോട്ട് വെയിലടിക്കുന്നുണ്ട്. BMW പിടിക്കാട്ടോ. BMW അങ്ങനെ കടന്ന് നമ്മള് BMW പിടിക്കാൻ പോകട്ടോ. 200 സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റൂല കേട്ടോ. BMW സ്പീഡ് കുറച്ചെങ്കിൽ നമുക്ക് പോയാം. അന്വിത BMW പിടിക്കാൻ പോകട്ടോ. കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. ആര്? അന്വിയ? അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ആണോ? അന്വിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? സ്വിഫ്റ്റ് അല്ലേ? ഭയങ്കര സ്പീഡാ. നമുക്ക് പറക്കാട്ടോ. അൻവികൂട്ടൻ പറഞ്ഞു നമ്മുടെ BMW തോപ്പിച്ച ശേഷം BMW കയറിപ്പോയി. എന്നാലും നമ്മള് BMW മുന്നിൽ വന്നല്ലേടാ. വീണ്ടും നമ്മളെ പറ്റിച്ചോണ്ട് അവൻ കയറിപ്പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ അവനെ പിടിക്കുന്നതായിരിക്കും അല്ലേ? അതെ അതെ, നമുക്ക് അവനെ പിടിക്കാട്ടോ BMW. എന്നാലും നമ്മള് BMW തോപ്പിച്ച മുന്നിൽ കയറിയല്ലോ. അവനെ പിടിക്കാം നമുക്ക്. അവനെ നമുക്ക് പിടിക്കണടാ. അൻവി എന്നെ കാറ് കയറിയ പിന്നെ BMW തോപ്പിക്കാനുള്ള ആവേശത്തിലാണ്. അച്ഛാ പറന്നോ പറന്നോന്നാ പറയണേ. അതെ, നമ്മളവിടെ മുതല് നമ്മുടെ ഫ്രണ്ടിലൊരു BMW ഉണ്ടായിരുന്നു. അതിനെ നമ്മളിപ്പോ കവർ ചെയ്ത് ഫ്രണ്ടിൽ കയറിയായിരുന്നു. വീണ്ടും ആ BMW നമ്മളെ കവർ ചെയ്തു പോയല്ലേടാ. ഇനി നമ്മൾ അവനെ എവിടെയെങ്കിലും വെച്ച് പിടിക്കാം. ഓക്കെ, എന്നാലും സന്തോഷമല്ലേ മുന്നേ വന്നത്. തോപ്പിക്കണേന്നൊക്കെയാണ് അച്ഛനോട് പറയണേ. നോക്കാല്ലേ എന്നാലും. ഇപ്പൊ സമയം ജീവനങ്ങളാരാ പറഞ്ഞു? ജീവനങ്ങൾ പിന്നെ ഫുൾ എയറിലായിരിക്കും നിൽക്കണം അല്ലേ? ജീവനങ്ങളായിരുന്നു ഇപ്പൊ വീട്ടിലെത്തിയാലേ. ഇപ്പൊ സമയത്തിനായി 11 മണിയായി. ഞങ്ങളിങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ ചേസ് ചെയ്ത് ഇരിക്കുന്നു. ഞങ്ങൾക്ക് സമയം പോകാനായിട്ടില്ല. അത് പോട്ടെ, അതിനിടയ്ക്ക് റോഡ് പണികളൊക്കെയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഇപ്പൊ മെയിൻ നല്ലൊരു ഹൈവേ കൂടെ പോകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് കോയമ്പത്തൂർ എത്തി കേട്ടോ. കോയമ്പത്തൂർ എത്തി. അപ്പൊ ഇടയ്ക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ബാത്റൂമിലൊക്കെ പോകാനായിട്ട് ഇവിടെ വന്ന് നിർത്തി. എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പയ്യെ വീണ്ടും പോവാം. സാൻഡ്വിച്ചിന് ഇതാ ലൈം ജ്യൂസ് കഴിക്കാൻ കയറിയപ്പോൾ ഡോണറ്റ്സ് കണ്ടിട്ട് ഡോണറ്റ്സ് ആണെന്ന് കഴിച്ചോ. പോടാന്ന്. ഞാനൊരു എഗ് പപ്സ് പറഞ്ഞു. ഇതെന്താണ്? ഫിഷ് അല്ലല്ലോ, എന്തോ ഒരു സാധനം. നല്ലൊരു ബേക്കറി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഭയങ്കര ബ്ലോക്കാട്ടോ. നമ്മള് പോണ പോലെ ശരിയാണ്. നമ്മളിത് ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കാട്ടോ. കുറച്ചു നേരം ആയി അല്ലെ, ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നേ ഉള്ളൂ. എന്താകും അവസ്ഥ എന്ന് പറഞ്ഞല്ലോ. നല്ല വെയിലും ഉണ്ട്, ചൂടും ഉണ്ട്, എല്ലാം കൊണ്ട് മടുപ്പ് വന്നു തുടങ്ങി. നേരത്തെ ഒന്നും അങ്ങനെ ഞങ്ങള് വരുമ്പോ അത്രയും ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നെന്തോ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. ഇപ്പൊ നമ്മളിതാ ബ്ലോക്കിൽ നിന്ന് അങ്ങ് മാറുക കേട്ടോ. ഇപ്പൊ എവിടായി സ്ഥലം? പാലക്കാട് എത്താറായി കേട്ടോ. ചാവടി പാലക്കാട് എത്താറായി. നമ്മളിപ്പോ എന്തായാലും ബ്ലോക്കിൽ നിന്ന് മാറി. സന്തോഷം. നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. അൻവി ഇതാ കുപ്പിയിലൊക്കെ എടുത്തിട്ട് ഗിയറാക്കി കളിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്താണ് കയ്യിലിരിക്കുന്ന? സ്റ്റിയറിംഗ് ആണോ? കയ്യില് സ്റ്റിയറിംഗ് ആണ്. മറ്റേ ഫ്ലാസ്ക് ആണ് അവന്റെ ഗിയർ ബോക്സ്. അത് വെച്ച് അവൻ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇതാ നല്ല രസമുണ്ട് കേട്ടോ. ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഈ പൂക്കള് കാണാനായിട്ട്. ഇതൊന്നും അരളിയാണ്, പിന്നെ വേറെ കുറെ പൂവുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല ചൂടുമുണ്ട്. നമ്മള് കേരളത്തിൽ കാല് കുത്തിയതാ മഴയും സ്റ്റാർട്ടായി. കോയമ്പത്തൂര് വരെ ഒരു മഴയില്ലായിരുന്നു. ഇതാ കേരളത്തിലോ മഴ കൂടിയെന്നാ തോന്നുന്നത്. മഴയോട് മഴ. എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ കാറിലിരുന്ന് മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാനായിട്ട്. എല്ലാം കാണുന്നുണ്ടോ? നല്ല മഴയാട്ടോ. ബ്ലോക്കൊന്നും കിട്ടാണ്ടെന്നാ മതി. ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അന്യത്തിനവിടെ നിൽക്കാ. അന്യത്തിനവിടെ വണ്ടിയൊക്കെ കണ്ട് വണ്ടിയൊക്കെ ഓടിച്ചിരിക്കുകയാണ്. അതാ ഒരാൾ പറഞ്ഞു ഗൈസ് ഇത് കേരളയാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മഴ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴ. ഒളിച്ചു അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഇതാ കാലടി എത്തിയേക്കോട്ടോ. ഈ കാണുന്ന നമ്മുടെ ശങ്കരാചാര്യ സ്തൂപം ടെമ്പിൾ ആട്ടോ. ഇവിടെ നമ്മുടെ കാലടിയാണ്. ഇവിടെ നല്ല ബ്ലോക്ക് ആട്ടോ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ കുറച്ചു നേരമായി ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നോക്കാം. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ തൊടുപുഴയിലോട്ട്. പക്ഷെ ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ എപ്പം ചെല്ലും എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും മഴയൊന്നുമില്ല. വന്ന് കിടക്കുവാണ്. ഇതാണ് നമ്മുടെ പെരിയാറ്. ആ പെരിയാറിന്റെ സെൻട്രലായിട്ട് ഒരു കുഞ്ഞ് അമ്പലം ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം കയറുമ്പോൾ അമ്പലമെല്ലാം കവർ ചെയ്തു. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് എയർപോർട്ട്, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എവിടെ? ആ സൈഡായിട്ട് വരും. ആ സൈഡായിട്ട് വരും. ഇപ്പൊ നമ്മള് ബ്ലോക്കിൽ പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? 1 മണിക്കൂർ അടുത്ത അവറായി. അതാണ്, നല്ല ബ്ലോക്കാട്ടോ. നമ്മള് ഒരുവിധം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതാ പൊക്കോണ്ടിരിക്കാട്ടോ. ഓപ്പോസിറ്റ് സൈഡിലെ ബ്ലോക്ക് ആട്ടോ. ഇത് എവിടെ വരെ ഉണ്ടെന്ന് നമുക്ക് ദൂരം വരെ കിടക്കും കേട്ടോ. എത്തി മക്കളെ, നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ തൊടുപുഴയിലോട്ട്. ഇതാ എത്തി. പിന്നെ എന്താണ്, അന്വി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു. അന്നേരം ഫോണിൽ ചാർജ് ഡൗൺ ആയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വീഡിയോസ് അത് കഴിഞ്ഞ് എടുക്കാഞ്ഞത്. പിന്നെ നമുക്ക് ചിലയിടത്തൊക്കെ ബ്ലോക്ക് കിട്ടിട്ടോ. ഒന്ന് നമുക്ക് കോയമ്പത്തൂരായിരുന്നു, പിന്നെ നമുക്ക് കിട്ടിയത് പെരുമ്പാവൂരൊക്കെ. അവിടെ അത്യാവശ്യം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സമയം. ഇപ്പൊ എത്ര മണിയായി? കറക്റ്റ് 5:15. അതെ, 5:15 കേട്ടോ. നമ്മള് രാവിലെ 5 മണിയായപ്പോ ഇറങ്ങിയതാണ്. 5:30 സമയം. അതെ, 5 മണിയായപ്പോ ഇറങ്ങിയതാണ്. ഇവിടെ തൊടുപുഴ നമ്മൾ കറക്റ്റ് എത്തി. 5:30 അല്ലേ? 5:30 ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പം ക്ഷീണമൊന്നും ഇല്ലല്ലേ? പെട്ടെന്ന് വന്ന പോലൊക്കെ തോന്നാണ്. നമ്മള് വാച്ചൊക്കെ അടിച്ച് പിന്നെ നമ്മള് കൊറേ കാറൊക്കെ നമ്മൾ ചേസ് ചെയ്ത് രസമായിരുന്നു കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.